ഓട്ടോ ടാക്സി തൊഴിലാളികളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇക്കഴിഞ്ഞ 10 വർഷവും നമ്മൾ കണ്ടത്. ഇന്നത്തെ ബജറ്റ് പ്രഖ്യാപനത്തിലും ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കുള്ള നിരവധി പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ്, 40,000 രൂപ ധനസഹായം, ഒപ്പം പരിസ്ഥിതി സൗഹൃദ ഓട്ടോകൾ വാങ്ങുവാനുള്ള പിന്തുണ എന്നിവയും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ് ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് ഇതിനോടുള്ള പ്രതികരണമെന്ന് അവരോട് തന്നെ ചോദിക്കാം. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നിട്ട് അത്ര ഒരു നിലപാട് വരികയാണെങ്കിൽ ഓട്ടോ തൊഴിലാളികൾക്ക് ഏറ്റവും നല്ലൊരു ഉചിതമായ ഒരു സംവിധാനമാണ്. കാരണം അതൊരു പാർക്ക് പോലെയാണ്. നമുക്ക് വാഹനം മാന്യമരിയിൽ പാർക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ വിശ്രമിക്കാനും പറ്റുന്ന ഒരു സൗകര്യമായി നല്ലൊരു കാര്യമാണ്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോ തൊഴിലാളി എന്ന നിലയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്. കൂലിക്ക് ഓടി കളക്ഷൻ കൊടുക്കുന്ന കുറേ പാവപ്പെട്ട തൊഴിലാളികളുണ്ട്. അപ്പോൾ അവർ നിത്യ വരുമാനത്തിൽ നിന്നാണ് ഈ കളക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ സർക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. കാരണം നമുക്ക് ഇങ്ങനൊരു സമ്പ്രദായം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വളരെയധികം ഗുണകരമായി ചെയ്യും. ഗവൺമെന്റ് എടുക്കുന്ന നല്ല തീരുമാനമായിരുന്നു, നമുക്ക് സന്തോഷമാണ്. നമ്മൾ വെയിൽ കൊണ്ടുണ്ടല്ലോ ഇടങ്ങുന്നത്. വിശ്രമ കേന്ദ്രവും അങ്ങനെ ഇൻഷുറൻസിൻ്റെ ഇതൊക്കെ വരണമെങ്കിൽ നല്ല കാര്യം. അതിന് സ്വാഗതാർക്കും തന്നെ പറയാം. തൊഴിലാളികൾക്ക് പ്രതിപരമായ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. നല്ലതാണ്. ആൾക്കാർക്ക് സ്വാഗതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും സമൂഹത്തിന് നല്ലതല്ലേ. കേരള സർക്കാർ മോട്ടോർ തൊഴിലാളികൾക്ക് നല്ല രീതിയിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യണം. ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ നല്ല പ്രഖ്യാപനങ്ങളാണ് നടത്തിയത്. നല്ല കാര്യമാണ്. അത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു സംവിധാനമാണ് ആരോഗ്യം. നല്ല കാര്യം അല്ലേ, നല്ല കാര്യം. അങ്ങനെ ഓട്ടോറിക്ഷക്കാർക്ക് ആരോഗ്യ ഇങ്ങനെ ഇൻഷുറൻസ് ഒക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ സർക്കാർ വരണമെന്നാണ് നമ്മുടെ അഭിപ്രായം. നല്ല കാര്യം തന്നെയാണ്. പരിസ്ഥിതി സൗഹൃദ ആട്ടോ എന്ന് പറഞ്ഞാൽ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യം തന്നെയാണ്. കുറച്ച് പൊല്യൂഷൻ കുറയും. അതൊക്കെ നല്ലൊരു അത്യാവശ്യ കാര്യമാണ്. കാരണം നമ്മൾ തന്നെ ടോയ്ലറ്റിൽ പോകാൻ തന്നെ ഒരുപാട് ദൂരമൊക്കെ നമ്മൾ കാലിടിച്ച് പോകേണ്ടി വരും. ഇത് നോക്കി നടക്കാറുണ്ട്. എന്തെങ്കിലും മറവ് അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നല്ല കാര്യങ്ങൾ എല്ലാ തൊഴിലാളിക്ക് വേണ്ടി നല്ല കാര്യം. അഭിനന്ദനങ്ങൾ.